തെരഞ്ഞെടുപ്പ് പാച്ചിലിനിടയിൽ കണ്ണിലുടക്കുന്ന ചില കൗതുക കാഴ്ചകളാണ് ഈ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പുരുഷന്മാർ കുത്തകയാണെന്ന് അവകാശപ്പെടുന്ന അനൗൺസ്മെന്റ് രംഗത്തെ സ്ത്രീ സാന്നിധ്യമാണ് അതിലൊന്ന്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജഗതി വാർഡിലെ LDF സ്ഥാനാർത്ഥി പൂജപ്പുര രാധാകൃഷ്ണന് വേണ്ടി അനൗൺസ്മെന്റ് നടത്തുകയാണ് മലയം ചൂടാറ്റുകോട്ട സ്വദേശി സുജ. ഈ വാഹനത്തിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പൂജപ്പുര രാധാകൃഷ്ണൻ കടന്നു വരുന്നു എന്ന് പറയുന്ന സ്ത്രീ ശബ്ദത്തിൽ വരാൻ പോകുന്നു. കേൾക്കട്ടെ. തിരുവനന്തപുരം നഗരസഭാ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജഗതി വാർഡിൽ നിന്നും ബസ് അടയാളത്തിൽ ജനവിധി നേടുന്ന പൂജപ്പുര രാധാകൃഷ്ണത്തിന്റെ വിജയത്തിനായുള്ള വാർഡ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. തിരുവനന്തപുരം മലയം ചൂഴാറ്റുകോട്ട സ്വദേശി സുജ ആദ്യമായാണ് ഇലക്ഷൻ ലൈവ് അനൗൺസ്മെന്റ് നടത്തുന്നത്. വാർഡിന്റെ മുക്കും മൂലയും അരിച്ചുപെറുക്കി അനൗൺസ്മെന്റ് വാഹനം കടന്നു പോകുന്നു. പൂജപ്പുര രാധാകൃഷ്ണന്റെ മഹാവിജയത്തിനായി നടക്കുന്ന വൻപിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് ഇന്നാട്ടിലെ അമാനവൃദ്ധ വോട്ടർമാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനൗൺസ്മെന്റിൽ തുടക്കക്കാരി എന്ന പതർച്ചയൊന്നും സുജയ്ക്കില്ല. കത്തിക്കയറുകയാണ്. പൂജപ്പുര രാധാകൃഷ്ണന്റെ മഹാവിജയത്തിനായി നടക്കുന്ന വൻപിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് ഇന്നാട്ടിലെ അപാനവൃദ്ധ വോട്ടർമാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സുജയെ പറ്റി മറ്റു ചില കാര്യങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ബസ് ഡ്രൈവറാണ് സുജ. ടാങ്കർ ലോറി, ടോറസ്, ട്രെയിലർ എന്നിവയെല്ലാം ഓടിക്കും. ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടമുള്ള വാഹനം ബസ്. ആദ്യമായി അനൗൺസ് ചെയ്യുന്നതും ബസ് ചിഹ്നത്തിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമേ എന്ന്. ഞാൻ ലൈവ് അനൗൺസ്മെന്റ് ആദ്യമായിട്ടാണ്, അല്ലാതെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഡബ്ബിംഗ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഈ ഡബ്ബിങ്ങും ഈ അനൗൺസ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണോ അതോ? അതെ, അതായത് ഞാൻ ഡ്രൈവറാണ്, സൈഡായിട്ട് ഡബ്ബിംഗ് ചെയ്യാറുണ്ട്, വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ലൈവ് അനൗൺസ്മെന്റ് ആദ്യമായിട്ടാണ്. ഈ ലൈവ് അനൗൺസ്മെന്റ് ചെയ്തിട്ട് എന്താണ് ഒരു അനുഭവം? വളരെ സന്തോഷം. കാര്യം ഡ്രൈവറല്ലേ, അപ്പം ബസ് ആണ് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ലൈവ് അനൗൺസ്മെന്റ് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. അതായത് ഡ്രൈവറാണ്, ഹെവി വാഹനങ്ങൾ ഓടിക്കുമോ? അതെ, ഹെവി. ഞാൻ കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ബസ് ഡ്രൈവറാണ്. പിന്നെ ടാങ്കർ ഓടിച്ചു, നാഷണൽ പെർമിറ്റ് ലോറി ഓടിച്ചു. ഇപ്പോൾ ഞാൻ ട്രെയിലറിൻ്റെ ട്രെയിനിങ്ങിലാണ്. എല്ലാ ലൈസൻസും ഉണ്ട്. ഫോർക്ലിഫ്റ്റ്, ക്രെയിന്, ട്രെയിലർ, എല്ലാ ലൈസൻസും ഉണ്ട്. അപ്പോൾ ഡ്രൈവറാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അതായത് ഇപ്പോൾ ലൈവ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ ഇഷ്ടപ്പെട്ട വാഹനമായ ബസ്സിന് വേണ്ടി അനൗൺസ് ചെയ്യുന്നല്ലേ? അതെ, ഇഷ്ടപ്പെട്ട ബസ് എന്നെ ബസ് ചിഹ്നമായിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഇത് കിട്ടുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. അനൗൺസ്മെന്റ് വാചകമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണോ അതോ പ്രിപ്പയർഡ് ആണ്? കുറേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്, കുറച്ചൊക്കെ നമ്മൾ എഴുതിയതുണ്ടാവും. ഇതിന് തുടരാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ ഇതുകൊണ്ട് നിർത്താവുന്നതാണോ? ഇല്ല, അങ്ങനെയില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. വർക്കുകൾ അല്ലാതെ തന്നെ ഉണ്ട്. അനൗൺസ്മെന്റിലെ കൂടി ഒരു ത്രില്ല് കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ട്. ഞാൻ ഏകദേശം കുറേ മേഖലയിലുണ്ട്. ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്ററാണ്, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സിവിൽ ഡിഫൻസ് വോളണ്ടിയറാണ്, പിന്നെ ഇത് ചെയ്യുന്നുണ്ട്, ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ KSRTC കണ്ടക്ടർ ആയിരുന്നു മുന്നേ. ഡിസംബർ മാസം 9-ാം തീയതി നടക്കുന്ന തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജഗതി വാർഡിൽ നിന്നും ബസ് അടയാളത്തിൽ ജനവിധി നേടുന്ന പൂജപ്പുര രാധാകൃഷ്ണന്റെ വിജയത്തിനായുള്ള വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ജിനുവിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.